ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSCയുടെ മാത്സിന്റെ എക്സാം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ GK ക്വസ്റ്റ്യൻസിന്റെ GK ഏരിയ ജനറൽ നോളജ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ അസോസിയേറ്റഡ് വിത്ത് കേളപ്പൻ. കേളപ്പൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ. അപ്പോൾ ഗാന്ധിയൻ ആശയങ്ങൾ ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യാഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വരാൻ സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പോൾ വൈക്കം സത്യാഗ്രഹമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പയ്യന്നൂരിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കേളപ്പൻ അല്ലെ. കേരള ഗാന്ധി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം ശരിയാണ്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മലയാളി മെമ്മോറിയൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. അപ്പൊ മലയാളി മെമ്മോറിയൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? GP പിള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വൈക്കം സത്യാഗ്രഹം, അതുപോലെ ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹം. അപ്പം ഓപ്ഷൻ A ആണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, 55ന്റെ ഉത്തരം ഓപ്ഷൻ A, only 1 and 2. ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ഐഡിയോളജീസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം എന്ന് പറയുന്ന ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിസ് ഐഡിയ ഓഫ് സത്യാഗ്രഹ? അപ്പൊ ഓപ്ഷനിൽ സെൽഫ് സഫറിംഗ്, നോൺ വയലൻസ്, ട്രൂത്ത്, ലവ് ഒക്കെ ഉണ്ട്. അപ്പൊ സെൽഫ് സഫറിംഗ് എന്ന് പറഞ്ഞാൽ സ്വയം ത്യാഗം അല്ലെ. അപ്പം അദ്ദേഹം എന്താണ് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടും അത്തരം സ്വയം ത്യാഗം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹങ്ങളുടെ ഭാഗമായിരുന്നു. അതുപോലെ അഹിംസ എന്ന് പറയുമ്പോൾ തന്നെ ഗാന്ധിജിയുടെ കാര്യം നമുക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യമാണ്. അതുപോലെ സത്യസന്ധതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ലവ്, സ്നേഹം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഇത് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓൾ ഓഫ് ദി അബോവ്. ഈ എല്ലാ പോയിന്റ്സും സത്യാഗ്രഹം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ആശയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വനമഹോത്സവത്തിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ആൻ ആനുവൽ ട്രീ പ്ലാന്റിംഗ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് അക്രോസ് ഇന്ത്യ ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ. ജൂലൈയിലെ ആദ്യ ആഴ്ചകളിൽ നടത്തപ്പെടുന്ന ഒരു ട്രീ പ്ലാന്റിംഗ് ഫെസ്റ്റിവൽ ആണ് വനമഹോത്സവം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തപോലെ MS രൺധാവ, ആൻ ഇന്ത്യൻ സിവിൽ സർവന്റ് ആൻഡ് ബോട്ടണിസ്റ്റ്, വാസ് ദ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് പ്രോഗ്രാം. അപ്പൊ MS രൺധാവ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് സെർവന്റ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്തത്, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1950 ബൈ KM മുൻഷി, ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്. 1950 കാലഘട്ടത്തിലെ അഗ്രികൾച്ചർ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്ന KM മുൻഷിയാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. ഈ ഒരു പ്രസ്ഥാനത്തിന് ഉദ്ഘാടനം ഇതിന്റെ ഒരു നടത്തിയത്. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ദ ഒബ്ജക്റ്റീവ് ഈസ് ടു കീപ് ലോക്കൽ പീപ്പിൾ ഇൻവോൾവ് ഇൻ പ്ലാന്റേഷൻ ഡ്രൈവ്സ് ആൻഡ് സ്പ്രെഡ് എൻവയോൺമെന്റൽ അവയർനെസ് അല്ലെ. ലോക്കലായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതുപോലെ ട്രീ പ്ലാന്റേഷന്റെ ആ ഒരു ആവശ്യകതയും അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഈ വനമഹോത്സവം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓൾ ഓഫ് ദി അബോവ് ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സ്വദേശി മൂവ്മെന്റ് ഈസ് കറക്റ്റ്? ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കൂടുതലും സ്വദേശി ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സ്വദേശി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നത്, ദ സ്വദേശി മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ആസ് എ റെസ്പോൺസ് ടു ദ ഡെത്ത് സെന്റൻസ് ഓഫ് ചപ്പേക്കർ പ്രദേശ്. അപ്പം ഈ സ്വദേശി മൂവ്മെന്റ് ലോഞ്ച് ചെയ്ത് ചപ്പേക്കർ പ്രദേശിന്റെ വധശിക്ഷാ വിധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. അത് തെറ്റാണ്. കാരണം ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്വദേശി മൂവ്മെന്റ് ആരംഭിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ എന്താണ് ഈ ചപ്പേക്കർ പ്രദേശ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്? അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂനെയിൽ 1897 കാലഘട്ടത്തിൽ ഒരു പ്ലേഗ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും അത് അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്ത അവരുടെ പ്രവൃത്തികൾ, ക്രൂരമായിട്ട് ആളുകളെ വീടുകളിൽ നിന്ന് പിടിച്ചിറക്കുന്നതും അത്തരം ഒഴിപ്പിക്കുന്നതും അത്തരം പ്രവൃത്തികൾ പ്ലേഗ് പടരാതിരിക്കാനെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്തത് അവരെ പല രീതിയിലും ബാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ചപ്പേക്കർ പ്രദേശ് ഇതിന് നേതൃത്വം കൊടുത്ത WC റാൻഡ്, വാൾട്ടർ ചാൾസ് റാൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ
കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം ഇതേ തുടർന്ന് ഇതിൽ ഉൾപ്പെട്ടിരുന്ന ദാമോദർ ഹരി, ബാലകൃഷ്ണ ഹരി ആൻഡ് വാസുദേവ് ഹരി ഇവരെല്ലാം ചപ്പേക്കർ ഫാമിലി എന്നുള്ളവരായിരുന്നു. അപ്പൊ ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. അപ്പൊ അതാണ് ചപ്പേക്കർ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. 1897 ഈ ഒരു സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ എച്ച്സൈഡ് എക്സാമിന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ വർഷങ്ങളും എന്താണ് ചപ്പേക്കർ പ്രദേശ ഇൻസിഡന്റ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. അപ്പൊ സ്വദേശി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, സ്വദേശി മൂവ്മെന്റ് പാർട്ടീഷൻ ഓഫ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂവ്മെന്റ് ആണ്. ചപ്പേക്കർ പ്രദേശ് ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത് വരുന്നത്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വി.ഒ. ചിദംബരം പിള്ളൈ വാസ് ദ ലീഡർ ഓഫ് സ്വദേശി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ഫൗണ്ടഡ് ദി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് ടു റിവൈവ് ഏൻഷ്യന്റ് ആർട്ട് ട്രഡീഷൻസ് ഇൻ ഇന്ത്യ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഗനേന്ദ്രനാഥ് ടാഗോർ ആൻഡ് അഭിനീന്ദ്രനാഥ് ടാഗോർ ഇവർ രണ്ടുപേരുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഗഗനേന്ദ്രനാഥ് ടാഗോർ അതുപോലെ അഭിനീന്ദ്രനാഥ് ടാഗോർ രണ്ടുപേരും ടാഗോർ ഫാമിലി എന്നുള്ളവർ തന്നെയാണ്. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ഈ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റിവൈവ് ഏൻഷ്യന്റ് ആർട്ട് ട്രഡീഷൻസ് ഇൻ ഇന്ത്യ. അത് ശരിയാണ്. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗഗനേന്ദ്രനാഥ് ടാഗോറും അഭിനീന്ദ്രനാഥ് ടാഗോറുമാണ്. രവീന്ദ്രനാഥ് ടാഗോർ അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 മാത്രമാണ്. ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. So the answer is V.O. Chidambaram Pillai was the leader of the Swadeshi movement in South India. Only 2. Okay. Option B ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് which of the following statement is or are correct regarding wholesale price index and consumer price index? അപ്പം ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആർ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു മെഷർ ഇൻഫ്ലേഷൻ. വിലക്കയറ്റമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇൻഫ്ലേഷന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ദ വെയിറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആവറേജ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ടേക്കൺ ഫ്രം കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഡാറ്റ. അപ്പം ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ അല്ല നോക്കുന്നത്, പ്രൊഡക്ഷൻ വാല്യൂസ് ആണ് നോക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ശരിക്കും ഇട്ടിരിക്കുന്നത്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടായിട്ടുള്ള വാല്യൂസ് അതിനെ വെച്ചിട്ടായിരിക്കും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വരുന്നത്. ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്, ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പൊ ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻക്ലൂഡ്സ് സർവീസസ് വെറാസ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സർവീസസ്. അത് ശരിയാണ്. അപ്പം അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതായത് കൺസ്യൂമറിന് ഒരു സാധനം കിട്ടുമ്പോൾ അതിനകത്ത് സർവീസ് ചാർജും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മളിൽ നിന്നും ഈടാക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പം അതിനകത്ത് സർവീസ് ചാർജും വരുന്നുണ്ട്. ഇനി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സർവീസ് ചാർജ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം ഓപ്ഷൻ 1 and 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്തത് കേരളത്തിൽ നടന്നിട്ടുള്ള ചില തൊഴിലാളി നീക്കങ്ങൾ, ലേബർ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. തൊഴിലാളി വാസ് ദ ഒഫീഷ്യൽ ജേർണൽ ഓഫ് ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആര്യപ്പള്ളം വാസ് എ പാർട്ട് ഓഫ് ദി സ്ട്രൈക്ക് ഓർഗനൈസ്ഡ് ഇൻ ദ ട്രാവൻകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ഇൻ 1938. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കെ.സി. ജോർജ് വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ടി.കെ. വർഗീസ് വൈദ്യൻ വാസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് ഓഫ് ദ പുന്നപ്ര വയലാർ റിവോൾട്ട്. ഈ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്, ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് വിച്ച് among the following countries has a coast along പേർഷ്യൻ ഗൾഫ്? പേർഷ്യൻ ഗൾഫിന്റെ കോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത് ഇത്തരം കാണുന്ന ഈ ഒരു പോർഷനിൽ കാണുന്ന ഈ ഒരു വൈറ്റ് ഏരിയ ആണ്. ഈ ഒരു വെള്ളം ചുറ്റിക്കിടക്കുന്ന ആ ഒരു പ്രദേശമാണ് അല്ല പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഇത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. UAE ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, ഖത്തറുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, ഒമാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ബഹ്റിനുമായിട്ടും ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് യമൻ മാത്രമാണ്
നമ്മുടെ ഓപ്ഷനിൽ ശരിയല്ലാതെ വരുന്നത്. സോ ദ ആൻസർ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഓപ്ഷൻ മാത്രമാണ്. എന്നിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളുമായിട്ടും നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുള്ള 4 രാജ്യങ്ങളുമായിട്ടും ഇതില് ഏരിയ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒമാൻ, UAE, ഖത്തർ, ബഹ്റിൻ ഒക്കെ പേർഷ്യൻ ഗൾഫുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് among the following statements on the G7 ആർ കറക്റ്റ്. G7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഡെവലപ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള 7 രാജ്യങ്ങളുടെ ആ ഒരു ഗ്രൂപ്പാണ് G7 എന്ന് പറയുന്നത് അല്ലെ. G7 is an intergovernmental പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫോറം ഫോർ അഡ്വാൻസ്ഡ് ഡെമോക്രസീസ്. കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെമോക്രസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ഗ്രൂപ്പാണ് G7 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ തെറ്റായിട്ടുള്ള രാജ്യം വെട്ടിയിട്ടുണ്ട്. അത് റഷ്യയാണ്. USA, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആൻഡ് UK. ഇത്രയും രാജ്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. USA റഷ്യയും ഒരിടത്തും ഒരുമിച്ച് പോരുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. അപ്പൊ ഇവിടെ റഷ്യയാണ് നമുക്ക് തെറ്റായിട്ട് വരുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. USA, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആൻഡ് UK. ഇത്രയും രാജ്യങ്ങളാണ് G7 കൺട്രീസിൽ വരുന്നത്. ഇന്ത്യ ഹാസ് ബീൻ ആൻ ഇൻവൈറ്റഡ് മെമ്പർ ഓഫ് ദി G7 ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. G7 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അതുപോലെ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റലി പ്രസൈഡഡ് ഓവർ ദ 2025 G7 സമ്മിറ്റ് ഹെൽഡ് അറ്റ് കനാനാസ്കീസ്. ഈ കനാനാസ്കീസ് എന്ന് പറയുന്ന സ്ഥലം കാനഡയിലാണുള്ളത്. കാനഡയാണ് ഈ പ്രാവശ്യത്തെ G7 മീറ്റിന് പ്രസൈഡ് ചെയ്തത്. ഇവരാണ് പ്രസൈഡ് ചെയ്തത്. അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് only 1 and 3. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം ഹു among the following were the foreigners who served as the president of the INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായിട്ടിരുന്നിട്ടുള്ള അത് വിദേശികൾ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ജോർജ് യൂൾ, വില്യം വെഡർബൺ, ആൽഫ്രഡ് വെബ്, ഹെൻറി കോട്ടൺ, ആനി ബെസന്റ്. ഈ 5 പേരും INCയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുള്ളവരാണ്. ജോർജ് യൂൾ 1892, വില്യം വെഡർബൺ 1889-ലും 1910-ലും, ആൽഫ്രഡ് വെബ് 1894, ഹെൻറി കോട്ടൺ 1904, ആനി ബെസന്റ് 1917. ആനി ബെസന്റ് എന്ന് പറയുന്ന 1917 ആദ്യമായിട്ട് INCയുടെ വനിതാ പ്രസിഡന്റ് ആയിട്ട് വരുന്ന വ്യക്തിയാണ് അല്ലെ. അപ്പം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ടെന്നീസ് ടൂർണമെന്റ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് among the following statements about tennis is not correct? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് ഈസ് എ ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഇൻ ദ സിംഗിൾ ടെന്നീസ് കലണ്ടർ ഇയർ. ഒരു ടെന്നീസ് കലണ്ടർ ഇയറിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് എന്ന് പറയുന്നത് വിംബിൾഡൺ ആണ് എന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എല്ലാ വർഷവും ആദ്യം വരുന്ന ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ വരുന്നത് ഏകദേശം ഒരു ജനുവരി ആ ഒരു ടൈമോട് കൂടിയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വരുന്നത്. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ ഫ്രഞ്ച് ഓപ്പൺ വരുന്നത്. ഫ്രഞ്ച് ഓപ്പൺ അതിനുശേഷമാണ് വിംബിൾഡൺ വരുന്നു. അതിനുശേഷം US ഓപ്പൺ. അങ്ങനെ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ് ഒരു വർഷത്തില് ടെന്നീസിൽ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. അറ്റ് പ്രസന്റ് there are 6 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്സ്. അപ്പൊ ഇത് തെറ്റാണെന്ന് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായി അല്ലെ. 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 6 അല്ല, 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ് വരുന്നത്. അതുപോലെ ഒരു വർഷത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മാഡിസൺ കീസ് വോൺ ഹർ ഫസ്റ്റ് എവർ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ഇൻ ദ ഓസ്ട്രേലിയൻ ഓപ്പൺ. വനിതാ വിഭാഗത്തിൽ മാഡിസൺ കീസ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഈയിടെ നേടുകയുണ്ടായി. അപ്പം ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ഓപ്ഷൻ 3ഉം 4ഉം ശരിയാണ്. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന നോട്ട് കറക്റ്റ്, തെറ്റായിട്ടുള്ള ഓപ്ഷനുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്ന ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉമാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു വർഷം 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണുള്ളത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് FW, ഓസ്ട്രേലിയൻ, ഫ്രഞ്ച്, വിംബിൾഡൺ, US ഓപ്പൺ. അപ്പൊ അങ്ങനെ 4 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ് ഒരു വർഷത്തിൽ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ബുക്സ് വെയർ റിട്ടൺ ബൈ ഡോക്ടർ BR അംബേദ്കർ? Annihilation of Caste, Buddha and his Dhamma, Thoughts on Pakistan, What Congress and Gandhi Have Done to the Untouchables. ഈ 4 ബുക്കുകളും
BR അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ 4 പോയിന്റുകളും ശരിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ, വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു ദ അൺടച്ചബിൾസ്. ഈ 4 ഓപ്ഷനുകളും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ അസോസിയേറ്റഡ് വിത്ത് രാജാറാം മോഹൻ റായ്? രാജാറാം മോഹൻ റായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആത്മീയ സഭ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം. അതുപോലെ കൽക്കത്ത യൂണിറ്റേറിയൻ കമ്മിറ്റി, ദ കൽക്കത്ത യൂണിറ്റേറിയൻ കമ്മിറ്റി, ബ്രഹ്മസമാജ്, ഈ 3 അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. 1, 3 and 4. അപ്പൊ ഇത് മൂന്നും ശരിയാണ്. ധർമ്മസഭ എന്ന് പറയുന്നത് രാധാകാന്ത് ദേവ് എന്ന് പറയുന്ന വ്യക്തി 1830 സ്ഥാപിക്കുന്നത്. അപ്പം രണ്ടാമത്തേത് മാത്രമാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ആത്മീയ സഭ, കൽക്കത്ത യൂണിറ്റേറിയൻ കമ്മിറ്റി, ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റായുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ധർമ്മസഭ രാധാകാന്ത് ദേവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് among the following statements is or are correct regarding the qualification for the appointment of a person as governor? ഒരു ഗവർണറിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ, he should be a citizen of India. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. he should have completed the age of 35. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പ്രസിഡന്റോ ഗവർണറോ ഒക്കെ ആവണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. he should not belong to the state where he is appointed. he should not belong to the state where he or she is appointed. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരേ സ്റ്റേറ്റിലുള്ളവർക്കും ഗവർണറായിട്ട് വരാം. പക്ഷെ ട്രഡീഷണൽ ആയിട്ട് അങ്ങനെ വെക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. While appointing the governor, the president is required to consult the chief minister of the state concerned. ഒരു ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് ചീഫ് മിനിസ്റ്ററിനെ മസ്റ്റ് ആയിട്ടും കൺസൾട്ട് ചെയ്തിരിക്കണം എന്നൊരിടത്തും പറയുന്നില്ല. സോ ഈ 2 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 and 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഗവർണറിന്റെ പ്രായം 35 വയസ്സായിരിക്കണം ഗവർണർ പ്രസിഡന്റിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ ഓപ്ഷൻ 1 ഉം 2 ആണ് ശരി. ഓപ്ഷൻ 3 and 4 സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെയും 4മത്തെയും സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് among the following statements about മിഷൻ ആക്സിയം 4 is or are not correct? കഴിഞ്ഞ ദിവസം എക്സാമിനും ഈ ആക്സിയം 4 മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശുഭാൻഷു ശുക്ലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ശുഭാൻഷു ശുക്ല ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ആസ്ട്രോണോട്ട് ഓൺ ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത്, ദ മിഷൻ ക്യാരിഡ് സീഡ് വെറൈറ്റീസ് ഡെവലപ്ഡ് ബൈ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആൻഡ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ, ദ ആക്സിയം 4 ക്രൂ ഇൻക്ലൂഡ്സ് മെമ്പേഴ്സ് ഓഫ് ഇന്ത്യ, USA, ഫ്രാൻസ് ആൻഡ് ജർമ്മനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. പോളണ്ട്, ഹംഗറിയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ, USA, പോളണ്ട് ആൻഡ് ഹംഗറി. അടുത്ത, ഫാൽക്കൺ 9 ഈസ് എ റീയൂസബിൾ 2-stage റോക്കറ്റ് ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചർഡ് ബൈ നാസ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്ലൈയിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാൽക്കൺ 9 എന്ന് പറയുന്ന ഒരു റീയൂസബിൾ 2-stage റോക്കറ്റ് ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാസയല്ല, എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഓപ്ഷൻ 3ഉം 4ഉം നമുക്കിവിടെ റോങ് ആയിട്ടാണ് വരുന്നത്. ഭാഗികമായിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ 3ഉം 4ഉമാണ്, സ്റ്റേറ്റ്മെന്റ് 3ഉം 4ഉമാണ് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് among the following statements about the peasant movements in India is or are not correct? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ആദ്യ സ്റ്റേറ്റ്മെന്റ്, ഓൾ ഇന്ത്യ കിസാൻ സഭ വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1936. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റുകൾ, ബർദോളി സത്യാഗ്രഹ വാസ് എ പെസന്റ് മൂവ്മെന്റ് ലെഡ് ബൈ ജയപ്രകാശ് നാരായൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. 1928 ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്. വല്ലഭായ് പട്ടേലാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഭൂദാൻ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ബൈ മഹാത്മാഗാന്ധി അറ്റ് പോച്ചമ്പള്ളി ഇൻ തെലങ്കാന. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം തെറ്റാണ്. ഇനി അടുത്തായിട്ട് വരുന്നത്, പ്ലേ നീൽ ദർപ്പൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി പോർട്രേറ്റ് ദ സഫറിങ്സ് ഓഫ് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ്. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നീൽ ദർപ്പൺ എന്ന് പറയുന്ന ആ ഒരു നാടകം അല്ലെ ഒരു ഡ്രാമ ചെയ്തിരിക്കുന്നത്, അത് റൈറ്റ് ചെയ്തിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല, ദീനബന്ധു മിത്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു സോങ് ആണ് അല്ലെ. ആനന്ദമഠം എന്ന് പറയുന്ന ആ ഒരു കൃതിയിലാണ് വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം
വരുന്നത്. സോ ഇതിനകത്ത് നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകളാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ 2, 3 ആൻഡ് 4 സ്റ്റേറ്റ്മെന്റുകൾ 2, 3, 4 ഈ 3 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് only 2, 3 ആൻഡ് 4 ഈ 3 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ HSI മാർക്സിന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പുതിയ ടോപ്പിക്കുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.